ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജനങ്ങളുടെ ഒരു വികാരത്തിന് ഒരു പുല്ലുവരെയും ആളുകളാണ് കൂടുതൽ നഗരസഭാ പ്രദേശത്ത് താമസിക്കുന്നത്. നിരവധി മരണങ്ങൾ ഒരു പ്രത്യേക മഴക്കാലത്ത് 2 സെന്റ് 3 സെന്റ് താമസിക്കുന്ന ആളുകൾക്ക് അത് സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങളില്ല. ഇപ്പോൾ നഗരസഭാ പ്രദേശത്തുള്ള ബോഡികൾ മാത്രമല്ല, അടുത്ത പ്രദേശങ്ങളായിട്ടുള്ള എത്തമ്പുരം, അതുപോലെ തന്നെ ഇടവലിന്, അതുപോലെ നിരവധി പഞ്ചായത്തുകളിൽ നിന്ന് വരുന്ന ബോഡികളും സംസ്കരിക്കാനുള്ള സംവിധാനമാണ് കൊടുക്കൽ സഭ കൊടുക്കുന്നത്. ആ സംവിധാനം നടക്കുമ്പോൾ തന്നെ കൊടുക്കൽ സഭയുടെ 44 വാർഡിലും മരണപ്പെടുന്ന ആളുകൾക്ക് സംസ്കരിക്കാനുള്ള സംവിധാനം കൊടുക്കുന്ന സഭയിലില്ല. പലപ്പോഴും എന്റെ വാർഡിൽ തന്നെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടപ്പോൾ ഏകദേശം 11:30ക്കാണ് നമ്മൾ സമയം നിശ്ചയിച്ചത്. ആ ഉദ്യോഗസ്ഥരെ വിളിച്ച് പറയുകയും ചെയ്തു. അതിനുശേഷമാണ് പറയുന്നത് എത്തമ്പുരം പഞ്ചായത്തിൽ ഒരു ബോഡി നമുക്ക് വെക്കാനുണ്ട്, അതുകൊണ്ട് 2 മണി കഴിയാണ്ട് ബോഡി വെക്കാൻ കഴിയില്ലെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നമ്മള് എത്ര സമയം ആ വീട്ടുകാരും നമ്മളോട് ബന്ധപ്പെട്ടുള്ള ബന്ധുജനങ്ങളും ദുഃഖവും വേദനയും അടക്കി പിടിച്ചാണ് ആ ബോഡി സംസ്കരിക്കാനുള്ള സംവിധാനമില്ലാതെ ബുദ്ധിമുട്ടുന്നത്. ഇത്തരം സംവിധാനങ്ങളുമായിട്ടാണ് കൂടുതൽ സഭ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് കൊടുങ്ങല്ലൂരിലുള്ള ഈ ക്രിമിറ്റോറിയം എത്രയും പെട്ടെന്ന് അതിനുള്ള ഫണ്ട് വെച്ചുകൊണ്ട് അത് നിർമ്മിച്ചുകൊണ്ട് ജനങ്ങളിൽ ബുദ്ധിമുട്ടുകളാക്കാനുള്ള സംവിധാനം ചെയ്യണം. നമുക്കറിയാം, നമ്മളൊരു പക്ഷേ വർഗീയതയെ സംബന്ധിച്ച ഒരു പൊതു ശ്മശാനം ഇവിടെയില്ല, മറ്റുള്ള സമുദായങ്ങളെ സംബന്ധിച്ച പൊതു ശ്മശാനം ഇവിടെയുണ്ട്. അപ്പൊ ഹിന്ദു സമുദായമാണ് ഈ വിഷയം ഏറ്റവും കൂടുതൽ നേരിടുന്നത്. ഈ വെള്ളക്കെട്ടുള്ള സമയങ്ങളിലും അതുപോലെ തന്നെ 2 സെന്റിലും 3 സെന്റിലും താമസിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ ഒരു അത്താഴം മാറില്ല. ഈ ക്രിമിറ്റോറിയം സംക്ഷേമ കേന്ദ്രം എത്രയും കൂടുതൽ പ്രവർത്തിക്കാവുന്ന നടപടി സ്വീകരിച്ചില്ലേ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലെ ചെയർപേഴ്സൺ ഉൾപ്പെടെ കളയുന്നതിനുള്ള സംവിധാനം ഒരുക്കുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി